ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് വന്നിട്ട് ഫോണെടുത്ത് നിൽപ്പാണ് കേട്ടോ. രാവിലെ തന്നെ നല്ല മഴയാണ്. സമയം രാവിലെ 3:45 ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് നമ്മുടെ കെട്ടുനിറയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എണീറ്റ് നമ്മുടെ പണികളൊക്കെ കഴിച്ച് നമുക്ക് അമ്പലത്തിലേക്ക് പോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ 3:45 എണീറ്റതാണ്. അപ്പോൾ ഞാൻ ഈ പാട്ടൊക്കെ വെച്ച് വേഗം അടിച്ചു വാരി തുടക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അച്ഛൻ കുളിക്കാൻ പോകാൻ നിൽക്കുന്നുണ്ട്. അമ്മ ബാക്കിൽ മിറ്റടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഉള്ളിൽ അച്ഛൻ കുളിച്ച് വരുമ്പോഴത്തേക്കും വേഗം അടിച്ചു വാരി തുടച്ച്, പിന്നെ വീടിൻ്റെ ഫ്രണ്ടും ബാക്കും രണ്ട് സൈഡും നമ്മൾ കട്ട വിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കെട്ടുനിറ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇന്നും രാവിലെ കട്ട കഴുകി വിട്ടിട്ട് അതിൽ ഫുള്ള് കഴുകും. അപ്പോൾ ഇന്നും അതുപോലെ കഴുകണം. അതും കൂടി കഴുകി ഇട്ടിട്ട് വേണം എനിക്ക് കുളിച്ച് മോളെന്നെ വിളിച്ച് പല്ലേപ്പിച്ച് കുളിപ്പിച്ച് മോളെ റെഡിയാക്കണം. പിന്നെ അപ്പോഴേക്കും ഏട്ടനും എനിക്കായിട്ട് റെഡിയാകും. അപ്പോൾ അങ്ങനെ ഞാൻ തിരക്ക് പിടിച്ച് പണികൾ നടക്കുകയാണ്. അപ്പോൾ അച്ഛൻ കുളിച്ച് വരുമ്പോഴത്തേക്കും, അച്ഛൻ വിളക്ക് കൊളുത്താൻ വരുമ്പോഴേക്കും അടിച്ചു വാരി തുടയ്ക്കണം. അതാണ് ആവശ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പെടച്ചലാണ് രാവിലെ. ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴേ നിങ്ങൾക്ക് ഇടയിലൊരു വോയിസ് കേൾക്കുന്നുണ്ടാവും. അത് അമ്മ താഴെ ഇരുന്ന് നാമം ചൊല്ലുന്നുണ്ട്. ഇതിപ്പോൾ രാവിലത്തെ വീഡിയോ ആണെങ്കിലും ഞാൻ വോയിസ് ഓവർ കൊടുക്കണത് വൈകുന്നേരം ഒരു 6:15 സമയത്താണ്. അപ്പോൾ അമ്മ താഴെ ഇരുന്ന് നാമം ചൊല്ലണതിൻ്റെ സൗണ്ടാണ് കേട്ടോ ഇത്. ഞാൻ സംഭവം മുകളിൽ റൂമിൽ വന്നിരുന്നിട്ടാണ് സൗണ്ട് കൊടുക്കണത്. പക്ഷേ നാമം ചൊല്ലണ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഇനി എന്താണെന്ന് തോന്നരുത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളങ്ങനെ തിരക്ക് പിടിച്ച് രാവിലത്തെ പണികൾ കഴിക്കുകയാണ്. അപ്പോൾ എൻ്റെ ജാനിക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജാനി ഉറക്കത്തിൽ നിന്ന് എനിക്ക് നമ്മളെ തപ്പി നോക്കും. ഒന്ന് അങ്ങോട്ട് കൊണ്ട് തിരിഞ്ഞെടുക്കുമ്പോൾ കൈ കൊണ്ട് നമ്മളെ തപ്പി നോക്കും. നമ്മളടുത്തില്ലെങ്കിൽ ജാനി അപ്പോൾ എനിക്ക് വരും. അപ്പോൾ ഇന്നും ആ പതിവ് ജാനി തെറ്റിച്ചില്ല. ഞാൻ തുടച്ച് കഴിയുമ്പോഴേക്കും ജാനി എനിക്ക് വന്നിരുന്നു. അപ്പോൾ ഞാൻ മുകളിലൊക്കെ അടിയും തുടയും കഴിഞ്ഞിട്ട് താഴത്ത് വന്ന് അടിച്ച് തുടയ്ക്കുമ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഞാൻ തന്നെ പണികളും കഴിക്കണം, ഞാൻ തന്നെ വീഡിയോ എടുക്കുക വെച്ച് നടക്കില്ലല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ താഴത്ത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ സ്റ്റാൻഡും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഫോൺ ചാരി വയ്ക്കാനുള്ള സൗകര്യമൊക്കെ നോക്കിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കണത്. അപ്പോൾ അതങ്ങനെ. അപ്പോൾ എന്താ പറയുക, ജാനിയല്ല സോറി, ചേച്ചിയുടെ ഹസ്ബൻഡും മക്കളും പൊന്നേട്ടൻ്റെ അമ്മയുണ്ട്. അവർ ഗുരുവായൂർ അമ്പലത്തിൽ കെട്ട് നിറച്ചിട്ട് ഇങ്ങോട്ട് വരികയാണ് ചെയ്യുക. നമ്മൾ കെട്ട് നിറയേണ്ട സമയത്ത് എത്താമെന്നാണ് പറഞ്ഞിരിക്കണത്. ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അത് അച്ഛൻ പതിവ് പോലെ കുളി കഴിഞ്ഞ് വന്നു. അച്ഛൻ ഫോണിലേക്ക് സൂക്ഷിച്ച് നോക്കണത് എന്താ വെച്ചാൽ, അച്ഛൻ പൊതുവേ ഞാൻ എനിക്ക് ഫോട്ടോ എടുക്കുക ഭയങ്കര ഭ്രാന്താണ്. അതിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടല്ല, അതിന് മുൻപായാലും എവിടെ പോയാലും ഞാൻ ഫോട്ടോ എടുക്കും. കാരണം എൻ്റെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നാളേനെ കുറിച്ച് ഓർക്കാൻ, അല്ലെങ്കിൽ നമ്മളല്ല നമ്മുടെ മക്കളായാലും ആർക്കായാലും എപ്പോഴെങ്കിലും ഈ ഫോട്ടോസ് കയ്യിലുണ്ടെങ്കിൽ അത് കാണുമ്പോൾ അവർക്ക് അന്ന് നമ്മൾ നമുക്കതിൻ്റെ ഒരു ഓർമ്മകൾ വരുമല്ലോ. അപ്പോൾ എന്തൊരു കാര്യത്തിന് പോയാലും ഞാൻ ഫോട്ടോസ് എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ അച്ഛൻ എപ്പോഴും ചീത്ത പറയും, വന്നു ക്യാമറാമാൻ എന്ന് പറഞ്ഞിട്ട് തന്നെ എപ്പോഴും അച്ഛൻ ചീത്ത പറയും. പക്ഷേ ഇപ്പോൾ യൂട്യൂബ് ഞാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ്റെ രക്ഷയില്ലാണ്ടായി. ചീത്ത പറഞ്ഞിട്ടും കാര്യമില്ല എന്നറിയാവുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ പോലെ ജാനി എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ അത് അച്ഛൻ വേഗം വിളക്ക് വയ്ക്കുകയാണ്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ വേഗം എനിക്ക് പോയി കുളിച്ച്, അതായത് എൻ്റെ പണികൾ കഴിഞ്ഞ് ഞാൻ പോയി കുളിക്കണം. പിന്നെ മോളെ കുളിപ്പിച്ച് റെഡിയാക്കണം. അമ്മയ്ക്കാണെങ്കിൽ അമ്മയും കുളി കഴിഞ്ഞ് ഇറങ്ങി അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ചേച്ചിയുടെ മക്കൾ ഗുരുവായൂരിന്ന് കെട്ടുനിറ കഴിഞ്ഞ് ഗുരുവായൂർ അമ്പലത്തിൽ കെട്ട് നിറച്ചിട്ടാണ് ഇങ്ങോട്ട് വരിക. അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് അവർക്കുള്ള ഫുഡ് നമ്മൾ വീട്ടിലുള്ളവർക്ക്, പിന്നെ നമ്മൾ കെട്ടുനിറക്കായിട്ട് പ്രത്യേകിച്ച് ആരെയും വിളിച്ചിട്ടില്ല. ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും ചേട്ടൻ്റെ മക്കൾ രണ്ടുപേരും വരും. ചേട്ടത്തിയമ്മ വരില്ല. ചേച്ചിക്ക് കെട്ടുനിറക്കി കൂടാൻ അത്ര ആയിട്ടില്ല. പീരീഡ്സ് ചെയ്യേണ്ട അത്രയ്ക്ക് ദിവസമായിട്ടില്ല. അതായത് നമുക്ക് ഭഗവതിയുടെ അമ്പലത്തിലൊക്കെ നമുക്ക് 8 ദിവസം ആയി കഴിഞ്ഞാൽ കയറാം എന്നാണല്ലോ പറയുക. പക്ഷേ അയ്യപ്പൻ്റെ ഒരു കാര്യത്തിൽ നമുക്ക് അങ്ങനെ പറ്റില്ല. അത് കാരണം ചേട്ടത്തിയമ്മ വരുന്നില്ല, അമ്മയും മക്കളും വരും. പിന്നെ ഗുരുവായൂരിന്ന് ചേച്ചിയുടെ ഹസ്ബൻഡ് 3 മക്കൾ, ചേട്ടൻ്റെ അമ്മ, ചേട്ടൻ്റെ അമ്മൂമ്മ, ഇത്ര ആൾക്കാർ. പിന്നെ എൻ്റെ അമ്മൂമ്മ, എൻ്റെ അനിയൻ. ഇത്ര ആൾക്കാരെ നമ്മളാകെ വിളിച്ചിട്ടുള്ളൂ. അനിയൻ എന്താ വെച്ചാൽ അവനും ഇവരുടെ കൂടെ ശബരിമലയ്ക്ക് പോകുന്നുണ്ട്. അവൻ കെട്ട് നിറച്ചിട്ടില്ല, തൊഴാനായിട്ടാണ് പോണത്. അപ്പോൾ നമ്മളിതേ രാവിലെ റെഡി ആയിട്ട്, ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം ഇട്ടാ. അപ്പോൾ എല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണ്. അമ്മേനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അമ്മയും കൂടെ റെഡിയായി വന്നാൽ നമ്മൾ പോവുകയാണ് അമ്പലത്തിലേക്ക് കെട്ട് നിറയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും അയ്യപ്പനെ ശരണം വിളിച്ച് തൊഴുത് വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. നല്ല മഴയായിരുന്നു ഇന്ന് രാവിലെ. ഞങ്ങൾ എണീറ്റപ്പം മുതൽ ഗംഭീര മഴയായിരുന്നു. മഴ എന്ന് വെച്ചാൽ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. കെട്ടുനിറയുടെ സമയത്തൊക്കെ ബെസ്റ്റ് മഴയായിരുന്നു. എന്നിട്ട് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം, നമ്മൾ കുടയൊക്കെ നിവർത്തി വെച്ചിട്ടാണ് നമ്മൾ കെട്ട് നിറച്ചിരുന്നത് കേട്ടോ. ഭയങ്കര മഴയായിരുന്നു. ഞാൻ പിന്നെ അമ്പലം കാണിച്ചു തന്നില്ല. കുഞ്ഞമ്പലം, അങ്ങനെ വലിയ സൗകര്യമോ കുറേ അധികം സ്ഥലമോ കാര്യങ്ങളോ ഒന്നും അമ്പലത്തിലില്ല. കുഞ്ഞൊരമ്പലമാണ്. പിന്നെ ഇത് നമ്മൾ ആദ്യം കെട്ടുനിറക്കിയ സമയം 7:30 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളോട് രാവിലെയാണ് പറഞ്ഞത് കുറച്ച് വൈകിട്ട് വന്നാൽ മതി. 1-ാം തീയതി ആയ കാരണം കൊണ്ട് തന്നെ അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ തിരക്കൊന്നും ഒതുങ്ങിയിട്ട് നമുക്ക് കെട്ടുനിറയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കാലത്ത് എൻ്റെ പണിത്തിരക്കിൻ്റെ ഇടയിൽ ചെമ്പൂത്രയിൽ നിന്ന് അമ്മേനെ വിളിച്ചു പറയാൻ പറ്റിയില്ല. അപ്പോൾ അമ്മ 7:30 അല്ലേ വെച്ചിട്ട് രാവിലെ 7:15 ആയപ്പോഴേക്കും വന്ന് അമ്പലത്തിൽ വന്ന് നിൽക്കണതായിരുന്നു.
ഞാനോ വീട്ടിൽ നിന്ന് എത്തിയത് 7:40 10 മിനിറ്റ് വൈകിട്ട് ഞാൻ എത്തിയത്. പിന്നെയും നമ്മൾ കെട്ടുനിറ തുടങ്ങാൻ കുറച്ചുകൂടി വൈകി. കാരണം അവിടെ രാമായണം വായിക്കുന്നുണ്ടായിരുന്നു അമ്പലത്തിൽ. അപ്പോൾ ആ അമ്മൂമ്മ കുറച്ച് സ്ഥലമേ ഉള്ളൂ അമ്പലത്തിൽ. അപ്പോൾ ആ അമ്മൂമ്മയുടെ രാമായണം വായിച്ച് കഴിഞ്ഞിട്ട് വേണമായിരുന്നു നമുക്ക് കെട്ട് നിറയ്ക്കാൻ. അങ്ങനെ നമ്മൾ കെട്ട് നിറച്ച് തുടങ്ങിയപ്പോഴേക്കും 8:30 നമ്മൾ 9 മണിക്ക് പോകാനുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ നടക്കില്ല, പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണമല്ലോ, നടന്നില്ല. അങ്ങനെ അതായത് കെട്ട് നിറം നടക്കുകയാണ്. ഫസ്റ്റ് ജാനിയുടെ കെട്ട് നിറച്ചു. ആൾ നെയ്ത്തങ്ങയൊക്കെ നിറച്ച് അരിയൊക്കെ വാരിയിട്ട് കാണിക്കും കാര്യങ്ങളൊക്കെ ഇട്ട് എൻ്റെ കുട്ടി 2ാമത്തെ തവണ അയ്യപ്പനെ കാണാൻ പോവാണ്. ഞങ്ങൾക്ക് എന്താ വെച്ചാൽ എനിക്കും ചേച്ചിക്കും എല്ലാവർക്കും ഉണ്ടില്ല എന്നല്ല കേട്ടോ, എന്നെയും ചേച്ചീനെ സംബന്ധിച്ച് എൻ്റെ അച്ഛൻ ഞാനും ചേച്ചിയൊക്കെ ഓർമ്മ വെക്കുന്ന കാലം മുതൽ എൻ്റെ അച്ഛൻ മലയ്ക്ക് പോണതാണ്. ഞങ്ങൾ ഓർമ്മ വെക്കുമ്പോഴല്ല, അതിന് മുൻപേ എൻ്റെ അച്ഛൻ 18ാമത്തെ വയസ്സ് മുതൽ ശബരിമലയ്ക്ക് പോയ ഒരാളാണ്. എൻ്റെ അച്ഛൻ വലിയൊരു അയ്യപ്പ ഭക്തനാണ്. എന്തൊരു കാര്യത്തിന് എൻ്റെ അച്ഛൻ ഇറങ്ങിയാലും എൻ്റെ അയ്യപ്പ എന്ന് വിളിക്കാണ്ട് എൻ്റെ അച്ഛൻ ഇറങ്ങണത് ഇന്നേ വരെ ഞാനോ എൻ്റെ ചേച്ചിയോ എൻ്റെ അമ്മയോ കണ്ടിട്ടില്ല. അത്രയും വലിയൊരു അയ്യപ്പ വിശ്വാസിയാണ് എൻ്റെ അച്ഛൻ. അതുകൊണ്ട് തന്നെ അച്ഛൻ എന്നും രാവിലെ ശരണം, എന്നും മലയ്ക്ക് പോകുമ്പോഴായാലും പോകാത്തപ്പോഴായാലും എന്നും രാവിലെ അച്ഛൻ ശരണം വിളിച്ചിട്ടാണ് അച്ഛൻ വിളക്ക് വയ്ക്കുള്ളൂ. അപ്പോൾ നമ്മൾ കുഞ്ഞിലേ മുതൽ അങ്ങനെ കണ്ട് വളർന്ന് പിന്നെ എല്ലാ കൊല്ലവും അച്ഛൻ മുടങ്ങാതെ അച്ഛൻ ശബരിമലയ്ക്ക് പോകുന്ന ഒരാളാണ്. നമ്മൾ ഈ വീട് പണിത്, ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന എൻ്റെ വീട് പണിത് താമസാക്കുന്ന കൊല്ലം വരെ എൻ്റെ അച്ഛൻ മലയ്ക്ക് പോയിട്ടുണ്ട്. ഈ വീടിൻ്റെ പണി നടന്ന് അതായത് തറയിൽ മണ്ണിട്ട് നമ്മൾ തറ കലക്കുമല്ലോ, ആ സമയത്ത് അച്ഛന് ഷുഗർ ഉണ്ടായിരുന്നു. ഷുഗർ വന്നിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു, പണ്ടേ ഉള്ളതാണ്. അപ്പോൾ ആ സമയത്ത് വീടിൻ്റെ തറ കലക്കുമ്പോൾ അച്ഛൻ്റെ കാലിൻ്റെ അടിയിൽ മണ്ണിൽ നിന്ന് ഒരു ഇൻഫെക്ഷൻ കയറി കാല് പഴുത്തു. ഷുഗർ ഉള്ളത് കൊണ്ട് കാല് പഴുത്തു. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 5 കൊല്ലം അച്ഛൻ പോയിട്ടില്ല മലയ്ക്ക്. പിന്നെ അപ്പോഴേക്കും 3 കൊല്ലം മുമ്പ് ഒരു അറ്റാക്ക് വന്നു. പിന്നെ അച്ഛൻ പോയിരുന്നില്ല. പിന്നെ അതിപ്പോൾ കഴിഞ്ഞ വർഷം 24 സെപ്റ്റംബറിലാണ് ജാനീനെ ഫസ്റ്റ് കൊണ്ടുപോയത്, 2024 സെപ്റ്റംബറിൽ. പിന്നെ അച്ഛൻ അന്നും പോയി. പിന്നെ ഇത് ഇപ്പോൾ അച്ഛൻ സെക്കൻഡ് ട്രിപ്പാണ് അച്ഛനും പോണത്. അപ്പം അച്ഛൻ പഴമസ്വാമിയാണ്. അച്ഛൻ കണ്ടിന്യൂസ് ആയിട്ട് അച്ഛൻ ഒരുപാട് വർഷം പോയിട്ടുള്ള ഒരാളാട്ടോ. അച്ഛൻ്റെ 18 വയസ്സ് മുതൽ കണക്ക് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം, ചുരുങ്ങിയത് അച്ഛൻ ഒരു 10-45 കൊല്ലത്തിൻ്റെ അടുത്ത് അച്ഛൻ കണ്ടിന്യൂസ് ആയിട്ട് മുടക്ക് വരുത്താതെ അച്ഛൻ പോയിട്ടുണ്ട് ശബരിമലയ്ക്ക്. പിന്നെ ഇന്ന് 1-ാം തീയതി ആയ കാരണം അമ്പലത്തിലെ തിരുമേനിക്ക് നിറച്ച് തരാൻ പറ്റില്ല, അമ്പലത്തിൽ നല്ല തിരക്കാണല്ലോ. അപ്പോൾ അവിടെ ഒരു തിരുമേനി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആൾക്ക് ഇന്ന് നമ്മുടെ കൂടെ ഇരുന്ന് നിറച്ച് തരാനുള്ള ബുദ്ധിമുട്ട് കാരണം അച്ഛൻ തന്നെയാണ് കെട്ട് നിറയ്ക്കണത്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും കെട്ട് നിറയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, വിളക്കിൻ്റെ ഇപ്പുറത്ത് ഏട്ടനാണ് ഇരുന്നിരുന്നത്. ഏട്ടൻ ശബരിമലയ്ക്ക് ആദ്യമായിട്ടല്ല പോണേ. പക്ഷേ ഏട്ടനായാലും അതായത് അച്ഛനും ഇത്രയും വർഷം പോയി പഴക്കമുള്ളത് കൊണ്ടാണ് അച്ഛനെ എല്ലാ കാര്യവും വ്യക്തമായിട്ട് അറിയാം. ഏട്ടൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏട്ടൻ ആകെ 2 തവണയെ മലയ്ക്ക് പോയിട്ടുള്ളൂ. ഇപ്പോൾ ജാനിയെ കൊണ്ട് 2 വട്ടം ഏട്ടൻ പോയിട്ടുള്ളൂ. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. 10 വർഷമായെങ്കിൽ കൂടെ 11 വർഷം ആവാനാണ് പോണത്. ഏട്ടനാകെ ജാനി ഉണ്ടായിട്ട് ഇപ്പോൾ ജാനിയും കൊണ്ട് 2ാമത്തെ കൊല്ലമാണ് ഏട്ടൻ. എൻ്റെ കല്യാണത്തിന് മുൻപാണ് ഇവർ പോയിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് ഏട്ടൻ 2ാമത്തെ തവണ മലയ്ക്ക് പോണത്. 1-ാം തീയതി ഇവർ നാട്ടിലില്ല. ഈ വരുമ്പോൾ ഒരു മാസം അങ്ങനെ, പിന്നെ അച്ഛനും വയ്യാണ്ടിരിക്കുന്ന സമയം അപ്പോൾ ആരും പോകാൻ കൂട്ടൊന്നുമില്ല, അതങ്ങനെ പോകാറില്ല. അപ്പോൾ ഏട്ടന് പറഞ്ഞല്ലോ, നമ്മൾ കെട്ട് നിറക്കായിട്ട് ആരെയും വിളിച്ചിട്ടില്ല. അപ്പോൾ ഈ നെയ്ത്തേങ്ങയുടെ കാർക്കിട്ട് അടച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ചുറ്റും അരക്ക് ഒട്ടിക്കുമല്ലോ, അതിപ്പോൾ ഏട്ടന് വലിയ പിടുത്തമില്ലാണ്ടാണ് ഏട്ടനെ മാറ്റിയെടുത്തിട്ട് ഞാനിരുന്നത് ചെയ്യണത്. എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് വർഷങ്ങളായിട്ട് കാണുന്ന കാരണം എനിക്കിത് കണ്ടുപരിചയമുണ്ട്. നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും കണ്ടുപരിചയമുണ്ട്. അങ്ങനെയാണ് ഞാനത് ചെയ്യാനായിട്ട് ഇരിക്കണത് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഒക്കെ എടുത്തു തരണത് എൻ്റെ അനിയനാണ്. അവനെ ഞാൻ വീഡിയോയിൽ എടുക്കാൻ നോക്കിയപ്പോൾ അവൻ നടക്കാനായിട്ട് അവൻ പോയി. പിന്നെ യൂട്യൂബിൽ ഇടാൻ എനിക്ക് വേറെ പണിയൊന്നുമില്ല, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ അവൻ വീഡിയോ എടുക്കാൻ വന്നിട്ടില്ല. അപ്പോൾ അവനെ ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം. അവൻ്റെ പേര് നിതീഷ് എന്നാണ്. ഞങ്ങൾ 4 പെങ്ങന്മാർക്ക് ആകെയുള്ള ഒരു ആങ്ങളക്കുട്ടിയാണ് കേട്ടോ അവൻ. എൻ്റെ അമ്മയുടെ 2ാമത്തെ അനിയത്തിയുടെ മോനാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കെട്ട് നിറ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരുവിധം നിറച്ച് കഴിഞ്ഞു തുടങ്ങി. ഇനിയിപ്പോൾ ഗുരുവായൂരിൽ അവർ വന്നിട്ടില്ല, അവർ ഓൺ ദ വേ ആണ്, അമ്പലത്തേക്ക് എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ അവരും കൂടി വന്നു കഴിഞ്ഞാൽ ഫുഡും കഴിച്ച് അങ്ങനെ ഒരു മലയ്ക്ക് പോകാനായിട്ട് ഇറങ്ങും. അപ്പോൾ അതാ 3 കെട്ട് നിറ നമ്മൾ നിറച്ച് വെച്ചു. ജാനിയുടെ, ഏട്ടൻ്റെ, അച്ഛൻ്റെ, അങ്ങനെ 3 ആളുടെയും കെട്ട് നിറ കഴിഞ്ഞു. അങ്ങനെ നമ്മളിനി അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മൾ എന്താ പറയുക, മലയ്ക്ക് പോകാനായിട്ട് വണ്ടി ഏൽപ്പിച്ചത് വലിയ വണ്ടിയായിരുന്നു. കാരണം അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവ് ഉണ്ടായിരുന്നു, അച്ഛൻ്റെ ചേട്ടൻ വരാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ നമുക്ക് കുറച്ചും കൂടി ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ മഴ ഇതൊക്കെ കാരണം അവർ വന്നില്ല. പിന്നെ കുഞ്ഞച്ഛൻ കുട്ടനല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ ജോലിക്കാരനാണ്. അപ്പോൾ കുഞ്ഞച്ഛൻ ഇന്ന് 30 വെള്ളിയാഴ്ച 1-ാം തീയതി. അപ്പോൾ കുഞ്ഞച്ഛൻ അത് കാരണം കുഞ്ഞച്ഛന് ലീവ് കിട്ടില്ല പറഞ്ഞിട്ടാണ് കുഞ്ഞച്ഛൻ വരാഞ്ഞത് കേട്ടോ. വെല്ലിച്ചൻ പിന്നെ മഴയാന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലിച്ചൻ വരാതിരുന്നതാണ്. അപ്പോൾ കെട്ടുന്നറൊക്കെ കഴിഞ്ഞ് നമ്മൾ ദക്ഷിണ കൊടുക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഞാനൊന്ന് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കാറ് വീട്ടിൽ കൊണ്ടിടണമായിരുന്നു.
പിന്നെ അനിയൻ്റെ സ്കൂട്ടി കൊണ്ടുവയ്ക്കണമായിരുന്നു. അപ്പോൾ കാറ് ഏട്ടനും എടുത്തു, ഞാൻ അവൻ്റെ സ്കൂട്ടി എടുത്തു. അങ്ങനെ ഞാൻ മഴയായിരുന്നു, നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേക്ക് സാരി മുഴുവൻ നനഞ്ഞൊരു പരുവായിട്ടുണ്ടായിരുന്നു. അപ്പം എന്നോട് ഏട്ടൻ പറഞ്ഞു, ഇനി നനഞ്ഞ സാരി ഇട്ടിട്ട് വരാൻ നിൽക്കണ്ട, വേഗം ഡ്രസ്സ് മാറാൻ പറഞ്ഞു. അപ്പോൾ ഏട്ടന് 2 നാളികേരം പൊതിക്കണ്ടായിരുന്നു. ഇവർ ഗുരുവായൂരിൽ നാളികേരം മേടിച്ചിട്ട് അതെടുക്കാൻ മറന്നു പോന്നു, ഉടയ്ക്കാനുള്ള നാളികേരം എടുക്കാൻ മറന്നു പോന്നു. അപ്പോൾ വേഗം ഏട്ടൻ മുകളിൽ കയറി നാളികേരം പൊതിക്കണ നേരം കൊണ്ട് ഞാൻ ഡ്രസ്സ് മാറി. അങ്ങനെ എല്ലാവരും തിരിച്ച് ഞാനും ഏട്ടനും കൂടി സ്കൂട്ടിയിലാണ് വന്നത്. കാറ് എനിക്ക് ഓടിക്കാൻ അറിയില്ല, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിലും ഞാൻ കാർ ഓടിച്ചിട്ടില്ല. വണ്ടി ഓടിച്ച് സെറ്റായതായിരുന്നു. പക്ഷേ അപ്പോഴേക്കാണ് അച്ഛൻ അറ്റാക്ക് കഴിഞ്ഞ് വയ്യാണ്ടായത്. പിന്നെ കൂടി ഇരുന്ന് ഓടിക്കാൻ ആളില്ലാണ്ടായപ്പോൾ പിന്നെ അത് വീണ്ടും അങ്ങനെ ഇട്ടു. ഇനി വീണ്ടും സെറ്റാക്കണം. അത് ലൈസൻസൊക്കെ ഉണ്ട്, പക്ഷേ വണ്ടി ഇപ്പോൾ കണ്ട് കൊതിക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ നല്ലോണം ഓടിച്ച് പോയിരുന്നതായിരുന്നു. അച്ഛന് വയ്യാണ്ടായപ്പോൾ പിന്നെ കൂടി ഇരുന്ന് ഓടിക്കാൻ ആളില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇട്ടതായിരുന്നു. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ജാനിക്ക് കെട്ട് ഞാൻ ഏറ്റി കൊടുത്തു. അമ്മമാരാണല്ലോ ചെയ്യുക. അപ്പോൾ ജാനിക്ക് കെട്ട് ഞാൻ ഏറ്റി കൊടുത്തു. ഏട്ടന് അമ്മ കെട്ടേറ്റി കൊടുത്തു. അച്ഛന് എൻ്റെ അമ്മൂമ്മ, അതായത് അച്ഛൻ്റെ അച്ഛനും അമ്മയും മരിച്ചതാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ അമ്മൂമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ അച്ഛന് അമ്മൂമ്മയും കെട്ടേറ്റി കൊടുക്കുകയാണ്. അങ്ങനെ അവർ മലയ്ക്ക് പോകാൻ ഇറങ്ങുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഫോൺ മഴ കാരണം ഞാൻ വീട്ടിൽ പോയി ഇപ്പൊന്നും കൊണ്ടുപോയില്ല. അനിയൻ്റെ കയ്യിലായിരുന്നു ഫോൺ. അപ്പോൾ അവനാണെങ്കിൽ വീഡിയോ ഒക്കെ എടുത്തു തരുന്നത്. ചേട്ടനും മക്കളും ചേട്ടൻ്റെ അമ്മയും ട്രാവലറിൽ ഓൾറെഡി കയറി ഇരിക്കുന്നുണ്ട്. അവർ മഴ കാരണം പിള്ളേർ ഓടി നടന്നിട്ടേ വല്ല പനിയും വരുമെന്ന് പേടിച്ചിട്ട് അവർ വണ്ടിയിൽ കയറി ഇരിക്കുന്നുണ്ട്. നല്ല മഴയും ചീഞ്ഞളിഞ്ഞ് നാശമായിട്ട് എനിക്ക് വീഡിയോ പകുതി എടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് അവരുടെ ഒന്നും ഫോട്ടോസ് ഇല്ലാത്തത്. ഞാൻ പമ്പയിൽ വന്നിട്ട് അവരോട് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. അവർ അയച്ചു തരികയാണെങ്കിൽ ഞാൻ വേറൊരു ഷോർട്സായിട്ട് അവരുടെ വീഡിയോസ് ഇടാട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇങ്ങനെ മലയ്ക്ക് പോകുന്നതിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മൾ മലയ്ക്ക് പോകാൻ ഏൽപ്പിച്ചിരിക്കുന്ന വണ്ടി. അങ്ങനെ അവർ പോവുകയാണ്. ഈ പുറമേലേക്ക് കൈയിട്ട് ടാറ്റ തരണത് എൻ്റെ ചേച്ചിയുടെ മദർ ഇൻ ലോ ആണ് കേട്ടോ. അതായത് പൊന്നേട്ടൻ്റെ അമ്മയാണത്. അമ്മയുടെ പേര് പ്രേമ എന്നാണ്. അമ്മയും ഫസ്റ്റ് ടൈമാണ് തോന്നുന്നു മലയ്ക്ക് പോണത്. അങ്ങനത്തെ അവർ നമ്മുടെ അടുത്തുള്ള വണ്ടിയാണ്, അച്ഛന് പരിചയമുള്ള ചേട്ടൻ്റെ വണ്ടി തന്നെയാണത്. അങ്ങനെ നമ്മൾ മലയ്ക്ക് പോവുകയാണ് അവർ. അപ്പോൾ അവർ പോയി സുഖമായിട്ട് അയ്യപ്പനെ തൊഴുത് വരട്ടെ. അപ്പോൾ അടുത്ത കൊല്ലം ഭാഗ്യമുണ്ടെങ്കിൽ എൻ്റെ മോളെ വിടണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, ടാറ്റ, ബൈ, സീ യു.